ലോങ് ട്രിപ്സൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെ ഒരു ലഗേജ് സിസ്റ്റം ചൂസ് ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് അതിനെ പാക്ക് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോ. ലോങ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തായാലും 100% ആയിട്ടുള്ള വാട്ടർ പ്രൂഫ് ബാഗ് തന്നെ നമ്മൾ ചൂസ് ചെയ്യാം. കാര്യം നമ്മളിപ്പോൾ ദൂരെയൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ചില ദിവസം മഴ ഉണ്ടാവും, ചിലപ്പോൾ മഞ്ഞുണ്ടാവും, ചില സമയത്താണെങ്കിൽ നമ്മൾ സ്ലഷിൽ കൂടെയൊക്കെ പാസ് ചെയ്യേണ്ടി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള ലഗേജസ് നനയാനുള്ള ചാൻസസ് ഉണ്ടാവും. നമുക്ക് അതുപോലെ തന്നെ ഈ ക്ലൈമറ്റിക്കൽ കണ്ടീഷൻസ് ഒന്നും നേരത്തെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ ഒരു 100% വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ബാഗ് ചൂസ് ചെയ്യുക. അപ്പോൾ അതൊരു ഓൾ വെതറിൽ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ഇനി അതേപോലെ തന്നെ ലഗേജ് സിസ്റ്റത്തിൽ 2 ടൈപ്പ് ലഗേജ് സിസ്റ്റമാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഹാർഡ് പാനേഴ്സ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഇതുപോലത്തെ സോഫ്റ്റ് ലഗേജ് സിസ്റ്റം വരുന്നുണ്ട്. രണ്ടിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഉണ്ട്, അതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ചിലവരാണെങ്കിൽ ഹാർഡ് പാനേഴ്സ് ആയിരിക്കും എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുക, ചിലവരാണെങ്കിൽ സോഫ്റ്റ് ലഗേജ് സിസ്റ്റമാണ് ചൂസ് ചെയ്യുക. ഞാനിപ്പോൾ കൂടുതൽ കോണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണം, അപ്പോൾ നമ്മുടെ ക്യാമറ ഗിയേഴ്സൊക്കെ കൊണ്ടുപോകേണ്ട ഒരു ട്രിപ്പ് ആണെങ്കിൽ ഹാർഡ് ലഗേജ് സിസ്റ്റം ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ സോഫ്റ്റ് ലഗേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ലൈറ്റർ വെയിറ്റ് ആണ്. അതേപോലെ തന്നെ വണ്ടി ഒന്ന് ക്രാഷ് ആയാൽ ഇതേപോലത്തെ ഉള്ള റോഡ്, ഇങ്ങനെയുള്ള പാച്ചി ആയിട്ടുള്ള റോഡിൽ കൂടെയൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യേണ്ടി വരുമ്പോൾ ഞാൻ കൂടുതലായിട്ട് സെലക്ട് ചെയ്യുക സോഫ്റ്റ് ലഗേജ് സിസ്റ്റമാണ്. കാര്യം വണ്ടി ഒന്ന് സ്ലിപ്പായി ക്രാഷ് ആയാൽ പോലും സോഫ്റ്റ് ലഗേജ് സിസ്റ്റം ഡാമേജ് ആവത്തില്ല. അപ്പോൾ കണ്ടീഷൻസ് നോക്കിയിട്ടാണ് നമ്മൾ ലഗേജ് സിസ്റ്റം നമ്മൾ മെയിനായിട്ട് ചൂസ് ചെയ്യുക. ഹാർഡ് ലഗേജ് സിസ്റ്റം ചൂസ് ചെയ്യുന്നവർക്ക് ഹാർഡ് ലഗേജ് സിസ്റ്റം ചൂസ് ചെയ്യാം. അതേപോലെ തന്നെ സോഫ്റ്റർ ആയിട്ടുള്ള ഇതേപോലത്തെ ബാഗ്സ് ചൂസ് ചെയ്യുന്നവർക്ക് ഇങ്ങനെയുള്ള ബാഗ്സ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. തേർഡ് പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. എപ്പോഴും മൗണ്ടിങ് ആൻഡ് അൺമൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിരിക്കണം. ഈ ഹാർഡ് പാനേഴ്സ് വരുമ്പോൾ സാധാരണ രീതിയിൽ തന്നെ മൗണ്ടിങ് ആൻഡ് അൺമൗണ്ടിങ് ഇച്ചിരി ഈസി ആയിട്ടാണ് വരുന്നത്. എന്നാൽ സോഫ്റ്റ് ലഗേജ് സിസ്റ്റത്തിൽ ചില ബാഗ്സ് ആണെങ്കിൽ നമുക്ക് മൗണ്ട് ചെയ്യാനും അൺമൗണ്ട് ചെയ്യാനായിട്ട് കുറച്ച് ടൈം വേണ്ടി വരും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഇപ്പോൾ വൈറ്ററയുടെ ഒരു ബാഗാണ്, ക്ലോമിനി എന്നാണ് ഈ ബാഗിൻ്റെ പേര്. മൗണ്ട് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 3 മിനിറ്റോളം, 2 മുതൽ 3 മിനിറ്റോളം വേണ്ടി വരും. അതേപോലെ തന്നെ ഡിസ്മൗണ്ട് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 1 മിനിറ്റൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് ഡിസ്മൗണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇതെന്തുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ടി വരുന്ന പ്രോസസ്സാണ്. എല്ലാ ദിവസവും രാവിലെ നമ്മൾ എന്തായാലും മൗണ്ട് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ വൈകിട്ടാകുമ്പോൾ നമ്മളൊരു സ്റ്റേ എടുക്കുന്ന സമയത്ത് എന്തായാലും ഡിസ്മൗണ്ടും ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് എല്ലാ ദിവസവും ചെയ്യേണ്ടി വരുന്ന പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സ് ആയിരിക്കണം, ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആയിരിക്കണം. അതുകൊണ്ടാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ ആകുന്നത്. ബാഗ് പ്ലേസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ഏറ്റവും നിയർ ബൈ ആയിട്ട് ബാഗിനെ പ്ലേസ് ചെയ്യുക. അത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ബാഗ് എത്രത്തോളം ബാക്കിലോട്ട് വെക്കുന്നോ അത്രത്തോളം സസ്പെൻഷനാണെങ്കിൽ കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ വണ്ടി ഇംബാലൻസ് ആവും. നമുക്ക് തന്നെ അറിയാം, ഒരു ഭയങ്കര വെയിറ്റ് ഉള്ള സാധനം നമുക്ക് ഭയങ്കര നീട്ടത്തിൽ പിടിക്കാനായിട്ട് ഭയങ്കര പാടാണ്. അതേപോലെ തന്നെ സസ്പെൻഷൻ ഇവിടെ ആയതുകൊണ്ട് നമ്മൾ സസ്പെൻഷനിൽ നിന്ന് എത്ര ദൂരത്തോട്ട് നമ്മൾ ബാഗ് വെക്കുന്നോ അത്രത്തോളം വണ്ടിക്കാണെങ്കിൽ ഇംബാലൻസും ആവും. അതേപോലെ തന്നെ സസ്പെൻഷൻ മോറായിട്ട് ആക്ട് ചെയ്യേണ്ടിയും വരും. അതുകൊണ്ട് എപ്പോഴും ബാഗ് പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ റൈഡർ എവിടെയാണോ ഇരിക്കുന്നത് അതിന് ഏറ്റവും നിയർ ബൈ നമുക്ക് എങ്ങനെ സേഫായിട്ടും അതേപോലെ തന്നെ എത്ര കംഫർട്ടബിളായിട്ട് വെക്കാൻ പറ്റും അത്രയും അടുത്ത് നമ്മൾ കംഫർട്ടബിളായിട്ട് വെക്കുക. ഇതിൽ ചെറിയ ലൈറ്റർ ആയിട്ടുള്ള, ഇപ്പോൾ ഈ ഹിമാലയൻ ഒരു ലൈറ്റർ മോട്ടോർ സൈക്കിളാണ്, അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ കുറച്ച് ലൈറ്റർ ആയിട്ടുള്ളൊരു വേരിയൻ്റ് തന്നെയാണ് ഹിമാലയനും. അതുപോലെ തന്നെ എക്സ്പേർട്സ്, ഇങ്ങനെയുള്ള വണ്ടികളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഹാർഡായിട്ടുള്ള പാനിയർ ബോക്സ് വയ്ക്കുമ്പോഴും അതേപോലെ തന്നെ ടോപ്പ് ബോക്സ് ഒക്കെ വെക്കുന്ന സമയത്ത് വണ്ടി ജസ്റ്റ് ഒന്ന് ചെറിയ ഹംസിലൊക്കെ കയറുന്ന സമയത്ത് തന്നെ വണ്ടി പെട്ടെന്ന് ഇംബാലൻസ് ആകുന്ന കാണും. അതിന് കാരണം എന്ന് വെച്ചാൽ ഈ ലഗേജ് സിസ്റ്റം നമ്മളിപ്പോൾ പാനിയർ ബോക്സ് അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള പാനിയർ ബോക്സും അതേപോലെ തന്നെ ടോപ്പ് ബോക്സ് എന്ന് പറഞ്ഞാൽ സസ്പെൻഷനിൽ ഇത്രയും ദൂരെയാണ് വെക്കുന്നത്. പിന്നെ ആ ഒരു സിസ്റ്റത്തിന് തന്നെ അതിൻ്റെ റാക്സും മൗണ്ട്സും എല്ലാം കൂടെ ചേരുമ്പോൾ തന്നെ ഭയങ്കര ഹെവി വെയിറ്റ് ആണ് അതിന് വരുന്നത്. പിന്നെ അതിൽ കൂടെ നമ്മുടെ ലഗേജ് സിസ്റ്റം, ലഗേജ് അല്ല, നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഡെയിലി ഡ്രസ്സ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അതിനകത്ത് ആഡ് ചെയ്യുമ്പോൾ വീണ്ടും മോർ വെയിറ്റ് ആവും. ആ മോർ വെയിറ്റ് എന്ന് പറയുന്നത് സസ്പെൻഷനിൽ നിന്ന് ഭയങ്കര ദൂരമായിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഏതിലാണ്? നമ്മുടെ ഹാർഡായിട്ടുള്ള പാനിയർ ബോക്സസിൽ അല്ലെങ്കിൽ ടോപ്പ് ബോക്സിലൊക്കെ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ. ലൈറ്ററായിട്ടുള്ളൊരു വെഹിക്കിളിൽ അങ്ങനെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് വണ്ടി പെട്ടെന്ന് ഇംബാലൻസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡ് ആയിരിക്കത്തില്ല. അതേപോലെ തന്നെ ഫ്രണ്ടിലൊന്ന് സസ്പെൻഷൻ, നമ്മൾ ഹൈറ്റിലോട്ടൊക്കെ കയറുന്ന സമയത്ത് ഫ്രണ്ടിലൊന്ന് സസ്പെൻഷൻ ഭയങ്കര ലൈറ്റായിട്ട് ഇങ്ങനെ പൊങ്ങുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. വണ്ടി ഭയങ്കര ഇംബാലൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ അങ്ങനെ വെയിറ്റ് ഉള്ള സാധനങ്ങൾ നമുക്ക് കൊണ്ടുവേണ്ടി വരികയാണെങ്കിൽ സോഫ്റ്റ് ലഗേജ് സിസ്റ്റത്തിലോട്ട് നമ്മൾ മൂവ് ചെയ്യുന്നതാണ് നല്ലത്. അതേപോലെ തന്നെ ലൈറ്ററായിട്ടുള്ള മോട്ടോർ സൈക്കിളാണ് എങ്കിൽ, നമ്മുടെ എക്സ്പൾസ് ഉള്ള ലൈറ്ററായിട്ടുള്ള മോട്ടോർ സൈക്കിളാണ് നിങ്ങൾ ടൂറിങ്ങിന് യൂസ് ചെയ്യണമെങ്കിൽ എപ്പോഴും സോഫ്റ്റ് ആയിട്ടുള്ള ലഗേജ് സിസ്റ്റം ആയിരിക്കും എപ്പോഴും നല്ലത്. അത് കാരണം വണ്ടി കുറേ കൂടെ സ്റ്റേബിൾ ആയിരിക്കും സോഫ്റ്റ് ആയിട്ടുള്ള ലഗേജ് സിസ്റ്റത്തിൽ. പിന്നെ അടുത്തായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാനും സോഫ്റ്റ് ലഗേജ് സിസ്റ്റത്തിൽ നമുക്ക് പറ്റും. അപ്പോൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും വളരെ നിയർ ബൈ പ്ലേസ് ചെയ്യുക, റൈഡറിൻ്റെ ഏറ്റവും അടുത്തായിട്ട് പ്ലേസ് ചെയ്യുക. രണ്ടുപേരും ഇരിക്കുന്ന ട്രാവൽ ചെയ്യുന്ന സമയത്ത് അത് പോസിബിൾ അല്ല. ഇതെല്ലാം സിംഗിളായിട്ട് നമുക്ക് ലോങ് ടൂറിങ് ചെയ്യേണ്ട വെഹിക്കിൾസ് ആണ്. അപ്പോൾ
നമുക്ക് ഏറ്റവും അടുത്ത് തന്നെ ആയിട്ട് പ്ലേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ബാക്ക് സീറ്റിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ബാക്കിൽ ലഗേജ് ഉള്ളതുപോലെ നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവത്തില്ല. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റും ഓളിയുമാണ്. വെയിറ്റ് എന്ന് പറയുന്നത് എത്രത്തോളം വെയിറ്റ് ഉള്ള സാധനങ്ങൾ നമ്മൾ എടുക്കുന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് ടോട്ടലായിട്ടാകുന്ന വെയിറ്റ്. നമ്മൾ വിചാരിക്കും ഒരു ഡ്രസ്സല്ലേ കുറച്ച് വെയിറ്റ് അല്ലേ ആകുന്നുള്ളൂ എന്നൊക്കെ വിചാരിക്കും. നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ പോളിസ്റ്റർ പോലത്തെ ക്ലോത്തൊക്കെ ചൂസ് ചെയ്യുക. കാര്യം ഇപ്പോൾ കോട്ടനാണ്, നമ്മളൊരു 2 ഡ്രസ്സ് എടുത്ത് വെക്കുമ്പോൾ തന്നെ കുറേ ഏരിയ അത് കൺസ്യൂം ചെയ്യും. അത് ഓളിയും കൂടുതൽ കൺസ്യൂം ചെയ്യും, അതേപോലെ തന്നെ വെയിറ്റും കൺസ്യൂം ചെയ്യും. നമ്മൾ ഡ്രസ്സ് ചൂസ് ചെയ്യുമ്പോഴായിരുന്നാലും ഇപ്പം നമ്മുടെ ചെരുപ്പ് ചൂസ് ചെയ്യുമ്പോഴായിരുന്നാലും അങ്ങനെയുള്ള പല സാധനങ്ങൾ നമുക്ക് കൊണ്ടുവേണ്ടി വരത്തില്ല. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം തന്നെ ഓളിയം കുറവുള്ളതായിരിക്കണം, അതേപോലെ തന്നെ വെയിറ്റ് കുറവുള്ളതായിരിക്കണം. ഓളിയം കൂടുന്തോറും നമുക്ക് കൊണ്ടുവന്നുള്ള ബാഗ്സിൻ്റെ എണ്ണം കൂടുതൽ വേണ്ടി വരും. ഇപ്പോൾ ഒരു കുറേ ഇച്ചിരി വീർത്തൊക്കെ ഇരിക്കുന്ന ഡ്രസ്സൊക്കെ ആണെങ്കിൽ അത്രത്തോളം ഏരിയ നമുക്ക് വേണ്ടി വരും വയ്ക്കാനായിട്ട്. അപ്പോൾ ഓളിയം കൂടുതൽ ഇല്ലാത്ത സാധനങ്ങളെല്ലാം ചൂസ് ചെയ്യുക. ഏത് സാധനം പറഞ്ഞാലും, ഇപ്പോൾ ഡ്രസ്സ് ആയിക്കോട്ടെ, പിന്നെ നമ്മുടെ ചപ്പലായിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഓളിയം ഏറ്റവും കുറച്ച് കൺസ്യൂം ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ ചൂസ് ചെയ്യുക. സെക്കൻഡ് തിങ്, വെയിറ്റും കുറവായിരിക്കണം. കാര്യം നമ്മൾ ഇത് എല്ലാ ദിവസവും മൗണ്ടിങ്ങും അൺമൗണ്ടിങ്ങും ചെയ്യേണ്ടതാണ്. ചിലപ്പോൾ നമ്മൾ താമസിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം നമുക്ക് നടന്നു പോകേണ്ടി വരും. അപ്പോൾ അത്രയും വെയിറ്റ് നമ്മൾ എന്തായാലും കെയർ ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ ഓളിയം കുറച്ചായിരിക്കുക, അതേപോലെ തന്നെ വെയിറ്റും കുറച്ച് തന്നെ ചൂസ് ചെയ്യുക. പിന്നെ സിംഗിൾ ബാഗിൽ തന്നെ നമ്മൾ എല്ലാ സാധനങ്ങളും വയ്ക്കാനായിട്ട് നോക്കുക. അപ്പോൾ മൾട്ടിപ്പിൾ ബാഗ്സ് ആകുമ്പോഴും ഇതേപോലെ തന്നെ നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനും പാടാണ്. അതേപോലെ തന്നെ നമുക്കിതുപോലെ പ്ലേസ് ചെയ്യുന്നതിനും സമയം കൂടുതൽ എടുത്തുകൊണ്ടിരിക്കും. ഒന്നിൽ കൂടുതൽ ബാഗ് വരുമ്പോൾ എന്തായാലും പ്ലേസ് ചെയ്യാനായിട്ട് സമയം കൂടുതൽ എടുക്കത്തില്ല. അതുകൊണ്ട് ഒറ്റ ബാഗിൽ തന്നെ നമ്മൾ എല്ലാ സാധനങ്ങളും കൊണ്ടുപോകാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എല്ലാ സാധനവും കൂടെ ഒരുമിച്ച് ബാഗിൽ മൊത്തത്തിൽ വെക്കാണ്ട് വളരെ പാർട്ടായിട്ട് ഇങ്ങനെ കീപ്പ് ചെയ്യുന്നത്. ഞാൻ 4 പാർട്ടായിട്ടാണ് നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം കീപ്പ് ചെയ്യുന്നത്. ഒന്നിൽ ഡ്രൈ ആയിട്ടുള്ള ഡ്രസ്സായിരിക്കും ഇങ്ങനെ ഉണ്ടാവുക. ഇതിൽ യൂസ് ചെയ്യാത്ത ഡ്രസ്സ് എല്ലാം ഫ്രഷ് ആയിട്ടുള്ള ക്ലോത്ത്സ് ആയിരിക്കും ഇങ്ങനെ വെച്ചേക്കുക. ഇനി അടുത്തതിലെന്ന് പറഞ്ഞാൽ യൂസ് ചെയ്ത് കഴിഞ്ഞ ക്ലോത്ത്സ് ആയിരിക്കും ഇതുപോലെ യൂസ് ചെയ്ത ക്ലോത്ത്സ് വെച്ചിട്ടുണ്ടാവും. ഇനി 2 ബാഗുണ്ട്. അത് സംഭവം ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ ഒരെണ്ണം ഇതേപോലെ ഉള്ളത് തന്നെ ആയിരിക്കും, പ്ലാസ്റ്റിക് ആയിരിക്കും ആ ബാഗും വരുന്നത്. അതിനകത്ത് ഞാൻ വെക്കുക എപ്പോഴും വെറ്റായിട്ടുള്ള ക്ലോത്ത്സ്, നമ്മുടെ ടവൽസ്, പിന്നെ ചില സമയത്ത് നമ്മൾ ചിലപ്പോൾ വെള്ളച്ചാട്ടമൊക്കെ കാണുമ്പോൾ ചാടുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ വെറ്റായിട്ടുള്ള ക്ലോത്ത്സ് എല്ലാം കൂടെ ഞാൻ ഇതുപോലത്തെ ഒരെണ്ണത്തിൽ വെക്കുന്നുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും സാധനങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കേണ്ടിയൊക്കെ വരുമല്ലേ, അങ്ങനെയൊക്കെ ഉള്ളതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു സെപ്പറേറ്റ് ക്ലോത്ത്സും കൂടെ വെച്ചിരിക്കും. ചിലപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് മേടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ മേടിച്ച് വെക്കാനായിട്ട് ഇതേപോലത്തെ ഒരു കമ്പാർട്ട്മെൻറ്റും കൂടെ, ഒരു സെപ്പറേറ്റ് സാധനം കൂടെ ഞാൻ യൂസ് ചെയ്യും. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടി വരുന്ന ഒരു സാധനമാണ് നമ്മുടെ ബ്രഷ്, പേസ്റ്റ്, അങ്ങനെയുള്ള സാധനങ്ങൾ. ഇത് എപ്പോഴും നമുക്ക് പറ്റണമെന്ന് വെച്ചാൽ നമ്മളിത് മിക്കവാറൊക്കെ മറന്നു പോകും, എവിടെയെങ്കിലും വെച്ചിട്ട് അങ്ങനെയൊക്കെ മറന്നു പോകാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരു സാധനമാണ്. ഇത് ഡീക്കാത്തലോണിൽ നിന്ന് മേടിച്ചതാണ്. ഇതിനകത്ത് ബ്രഷ്, പേസ്റ്റ്, പിന്നെ സൺസ്ക്രീൻ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെ, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ കുറച്ച് നമ്മുടെ സീക്കോഡ് ഓയിൽ, പിന്നെ വൈറ്റമിൻ ഡി ടാബ്ലറ്റ്, പിന്നെ അങ്ങനെയുള്ള ചെറിയ മെഡിസിൻ കിറ്റ്, അതും കൂടെ എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചെറിയൊരു സാധനത്തിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് എന്തുകൊണ്ട് ഇത് ഭയങ്കര ഈസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വാഷ്റൂമിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇത് ഇങ്ങനെയുള്ള ഒരു ടാഗ് ഉള്ളതുകൊണ്ട് ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ ക്ലോത്ത്സൊക്കെ നമുക്ക് തൂക്കിയിടാൻ പറ്റുന്ന ഏരിയ അല്ലേ, അവിടെ തന്നെ നമുക്ക് ഇതിനെങ്ങനെ ക്ലിപ്പ് ചെയ്തിടുക, ഇങ്ങനെ ആക്കി ആ ഒരു ഇതിനകത്തോടെ ഇങ്ങനെ തൂക്കിയിടാൻ പറ്റും. ഇങ്ങനെ തൂക്കിയിട്ടിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത്. ഡീക്കാത്തലോണിൽ നമുക്ക് മേടിക്കാൻ പറ്റും. ഏകദേശം ഒരു 300-400 രൂപയൊക്കെ വരത്തുള്ളൂ ഇങ്ങനൊരു സാധനത്തിന്. എനിക്ക് എക്സാക്ട്ലി എമൗണ്ട് ഒന്നും അറിയത്തില്ല. ഇങ്ങനെയൊക്കെയാണ് സാധനം യൂസ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് ക്ലോത്ത്സ് എടുക്കാനായിട്ടും മൊത്തത്തിൽ ബാഗിലൊന്നും ഒരുമിച്ച് എടുക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം ഇത് യൂസ്ഡ് അല്ലാത്ത ഫ്രഷ് ക്ലോത്ത്സ് ആണെന്ന് അറിയാം. അപ്പോൾ അത് മാത്രം എടുക്കുക, ആവശ്യമുള്ള ക്ലോത്ത്സൊക്കെ ഉപയോഗിക്കുക. പിന്നെ അതേപോലെ തന്നെ അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ബാഗിനകത്തൊക്കെ അകത്ത് പ്ലേസ് ചെയ്യുക. അങ്ങനെ നമുക്ക് എപ്പോഴും ഭയങ്കര ഈസി ആയിരിക്കും. നമ്മളിപ്പോൾ ഒരിടത്ത് സ്റ്റേ എടുത്തു കഴിഞ്ഞാലും റാൻഡോട് എല്ലാ സാധനവും കൂടെ ബാഗിലൊന്നും വലിച്ചിടേണ്ടി വരത്തില്ല. നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം എടുക്കുക. ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കും. ഇത് ഓർഗനൈസിങ് കിറ്റുകൾ നമുക്ക് ഡീക്കാത്തലോണിൽ എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓൺലൈനിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ കുറച്ച് എക്സ്ട്രാ സ്പേസ് ലീവ് ചെയ്തേക്കാം. ഞാൻ സാധാരണ ഇതിൽ ഈ സൈഡിലുള്ള ഈ ഏരിയയിലൊന്നും സാധനങ്ങൾ വെക്കാറില്ല. നമുക്ക് എന്തായാലും ചിലപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ചിലപ്പോൾ ഫ്രൂട്ട്സ് മേടിക്കുന്നുണ്ടാവും നമുക്ക് കഴിക്കാനായിട്ട്, അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മേടിക്കുന്നുണ്ടാവും. അതൊക്കെ മേടിച്ച് അതിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സ്ട്രാ സ്പേസ് എപ്പോഴും ലീവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളൊരു ലഗേജ് സിസ്റ്റം ചൂസ് ചെയ്യുന്ന സമയത്തും അതേപോലെ കുറച്ച് എക്സ്ട്രാ സ്പേസ് നമ്മൾ വെച്ചിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക്
ചെറിയ ബാഗ്സ് കിട്ടും നമുക്കിങ്ങനെ ഫോൾഡബിൾ ആയിട്ടുള്ള. എൻ്റെ കയ്യിൽ ഞാൻ ഇന്ന് അത് എടുത്തിട്ടില്ല. അല്ലാണ്ട് ഇപ്പം എനിക്ക് കറക്റ്റായിട്ട് അറിയാം ഇവിടെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പിന് വന്നതുകൊണ്ടാണ് അങ്ങനെ ലഗേജ് സിസ്റ്റം ഒന്നും എടുക്കാത്തത്. സാധാരണ രീതിയിൽ ചുമ്മാ ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ വളരെ ചെറിയ വോളിയം മാത്രമേ കൺസ്യൂം ചെയ്യുന്ന ബാഗ്സ് നമുക്ക് ഉണ്ടാവും. ഈ മെയിൻ ബാഗുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള ബാഗ്സും കൂടെ നമ്മൾ ക്യാരി ചെയ്തേക്കാം. അപ്പോൾ അതാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം, ചിലപ്പോൾ നമുക്കൊരു റെയിൻ കോട്ട് മേടിക്കേണ്ടി വരുമായിരിക്കും. അങ്ങനെ റെയിൻ കോട്ടോ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ മേടിക്കേണ്ടി വരുന്ന സമയത്ത് അതിനെ ഇതിനകത്ത് പ്ലേസ് ചെയ്തിട്ട് നമ്മുടെ മെയിൻ ബാഗുമായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള എക്സ്ട്രാ ബാഗ് എന്തെങ്കിലും ഒരു സാധനം നമ്മൾ കരുതിക്കൊള്ളുക. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ടൗണിൽ പോയി താമസിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്ലേസ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഭയങ്കര ദൂരെ നമ്മൾ ട്രക്ക് ചെയ്തിട്ട് ഒരു വാട്ടർഫോൾ കാണാൻ പോകുന്നുണ്ടാവും. ആ സമയത്ത് നമുക്ക് കുറച്ച് സ്നാക്സും അല്ലെങ്കിൽ നമ്മുടെ ക്യാമറയും ഫോണും പേഴ്സും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് എപ്പോഴും ഒരു ബാഗ് നമ്മുടെ കൂടെ വേണ്ടി വരും. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹൈഡ്രേഷൻ ബാഗ് തന്നെ കുറച്ച് സ്പേസ് ഉള്ള ഒരു ഹൈഡ്രേഷൻ ബാഗാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. റാഗിയറിൻ്റെ ഒരു ഹൈഡ്രേഷൻ ബാഗ്. ഇതിനകത്ത് കുറച്ചുകൂടെ സ്പേസ് ഉണ്ട്. സ്നാക്സും ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ കയറും. ഇങ്ങനെയൊക്കെ പൗച്ചൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ പേഴ്സും കാര്യങ്ങളൊക്കെ ഇരിക്കും. അപ്പോൾ ഞാനൊരു എക്സ്ട്രാ ബാഗ് അങ്ങനെ കൊണ്ടുപോകാറില്ല. ഈ ഹൈഡ്രേഷൻ ബാഗ് തന്നെയാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് സാധാരണ ഇതിൽ പ്രസൻ്റ്ലി ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ബാഗ് വെച്ചിരിക്കേണ്ടി എപ്പോഴും വരും. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഇങ്ങനെയുള്ള കുഞ്ഞു സാധനങ്ങൾ കുഞ്ഞു ട്രക്സിനോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര കൺവീനിയൻസ് ആയിരിക്കും ഇങ്ങനെയുള്ള ഒരു കുഞ്ഞു ബാഗ് മേടിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.